ഒരു എക്സാം മാത്രം ഫോക്കസ് ചെയ്യാതിരിക്കുക, അതായത് SBI ക്ലർക്ക് അല്ലെങ്കിൽ IBPS ക്ലർക്ക് മാത്രമേ ഞാൻ എഴുതുള്ളൂ എന്നുള്ള രീതിയിൽ ഇരിക്കരുത്. ഹായ് ഓൾ, 2026 ബാങ്ക് എക്സാംസ് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് 2 പ്രധാന അപ്ഡേറ്റുകളാണ് നമ്മുടെ ചാനലിലൂടെ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ 2 അപ്ഡേറ്റ് പറഞ്ഞ സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ കമൻസ് വന്നിട്ടുണ്ടായിരുന്നത് SBI ക്ലർക്കിൻ്റെ എക്സാം എപ്പോഴായിരിക്കും എന്നുള്ളതാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു എക്സാം എപ്പോഴായിരിക്കും എന്നുള്ളൊരു ക്ലാരിഫിക്കേഷൻ അല്ലെങ്കിൽ ഒരു അപ്ഡേഷൻ തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു എക്സാം എപ്പോഴായിരിക്കും എന്ന് പറയുന്നതിന് മുന്നേ ആ 2 അപ്ഡേറ്റുകൾ എന്തൊക്കെയാണെന്ന് കൂടി ഞാനൊന്ന് പറയാം. ഇൻ കേസ് അത് കേട്ടിട്ടില്ലാത്തവർ ഒന്ന് ശ്രദ്ധിച്ചോട്ടെ. 2 അപ്ഡേറ്റ് എന്ന് പറയുന്നത്, ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് SBI ഇനി മുതൽ എല്ലാ വർഷവും 16,000 വേക്കൻസി ഹയർ ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 16,000 വേക്കൻസീസ് വിളിക്കും, എല്ലാ വർഷവും വിളിക്കും എന്നുള്ളൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ രണ്ടാമത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് 2026 ബാങ്ക് SSC കലണ്ടർ ഉടൻ വരുന്നു. വരാനിരിക്കുന്നത് 1,00,000-ൽ പരം അവസരങ്ങളാണ്. കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് മെന്റേഴ്സിനൊപ്പം വീട്ടിലിരുന്ന് തന്നെ നിങ്ങൾക്കൊരു സർക്കാർ ജോലി നേടിയെടുക്കാം, അതും ഇപ്പോൾ ഏറ്റവും മികച്ച ഓഫേഴ്സിൽ. എൻട്രി ഫ്യൂച്ചർ ഫെസ്റ്റിന്റെ ഭാഗമായി ബാങ്ക് SSC RRBയുടെ എല്ലാ കോഴ്സുകളും 40% വരെ ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് അൺലോക്ക് ചെയ്യാം. കൂടെ അൺലിമിറ്റഡ് വാട്സ്ആപ്പ് അക്സസും. കൂടാതെ ഈ മാസം ഗോൾഡ് കോഴ്സിൽ ജോയിൻ ചെയ്യുന്നവരിൽ 3 പേർക്ക് നേടാം അൺലിമിറ്റഡ് ട്രാക്ക് വാലിഡിറ്റി. പെട്ടെന്ന് രജിസ്റ്റർ ചെയ്ത് നിങ്ങളുടെ കോഴ്സ് ഓഫേഴ്സ് എന്താണെന്ന് അറിയൂ. രണ്ടാമത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത്, ഇനി മുതൽ SBI എക്സാംസ് ആയിരിക്കും ആദ്യം നടക്കുക എന്നുള്ളതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇത് മിനിസ്ട്രി ഓഫ് ഫിനാൻസ് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയിലൂടെ റിലീസ് ചെയ്തിട്ടൊരു നോട്ടിഫിക്കേഷനിലാണ് ഈ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. ഇനി മുതൽ എല്ലാ കൊല്ലവും SBI എക്സാംസ് ആയിരിക്കും ആദ്യം. പിന്നെ വരുന്നത് പബ്ലിക് സെക്ടർ ബാങ്കുകളിലേക്കുള്ള, അതായത് കാനറ ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക്, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, അങ്ങനെയുള്ള ബാങ്കുകളിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് നമ്മുടെ IBPS തന്നെയാണ് നടത്തുന്നത് അല്ലേ. ഈ ഒരു പബ്ലിക് സെക്ടർ ബാങ്കുകളിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റുകളായിരിക്കും പിന്നെ നടക്കുന്നുണ്ടാവുക. പിന്നെ മാത്രമായിരിക്കും എന്ത് നടക്കുക, റീജിയണൽ റൂറൽ ബാങ്കിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ്സ് നടക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കൂടാതെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞിരുന്നു, നമുക്ക് ഇതുവരെ നമ്മൾ എക്സാംസ് എഴുതി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആൻസർ കീ ഒന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇനി മുതൽ നമുക്ക് ഇതിൻ്റെ റെസ്പോൺസ് ഷീറ്റും ഇനി മുതൽ കിട്ടും. 2026 മുതൽ നമുക്ക് ഈ റെസ്പോൺസ് ഷീറ്റും കിട്ടുമെന്നുള്ളൊരു കാര്യം കൂടി നമുക്ക് ഈ ഒരു നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു അപ്ഡേറ്റിൽ നിന്ന്, ഈ ഒരു നോട്ടിഫിക്കേഷനിൽ നിന്ന് SBI എക്സാംസ് ആയിരിക്കും ആദ്യം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു അപ്ഡേഷൻ വന്ന സമയത്ത് ഓൾറെഡി നമുക്ക് അങ്ങനെ ഒരു ഇംപ്ലിമെൻറ്റേഷൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് എക്സാംസ് RRB എക്സാം തന്നെയാണ് ഇപ്പോഴും ഈ ഒരു വർഷം 2025 ഏറ്റവും അവസാനം നടന്നിട്ടുള്ള എക്സാം RRB എക്സാം തന്നെയാണ്. ഇത് നോട്ടിഫിക്കേഷൻ ഇപ്പോഴാണെങ്കിലും വന്നതെങ്കിലും ഓൾറെഡി അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ കഴിഞ്ഞിട്ടുണ്ട് അല്ലേ. നമുക്ക് അറിയാം, ഈ വർഷം 2025 ആദ്യം നടന്നത് SBI എക്സാംസ് ആയിരുന്നു, പിന്നെ നടന്നത് IBPS എക്സാംസ് ആയിരുന്നു, പിന്നെ നടന്നതായിരുന്നു RRB POയും ക്ലർക്കും ഏറ്റവും അവസാനം നടന്നത് അല്ലേ. അപ്പോൾ ഇത് ഓൾറെഡി ഇംപ്ലിമെൻറ്റേഷനിൽ വന്നൊരു കാര്യമാണ്. അപ്പോൾ നമുക്കറിയാം ഈ ഒരു കാര്യത്തിൽ നിന്ന് നമുക്ക് ഏകദേശം ഉറപ്പായി SBI എക്സാംസ് ആയിരിക്കും ആദ്യം എന്നുള്ളത്. ഇനി SBI PO മുന്നേ ഒരു നോട്ടിഫിക്കേഷൻ ഒക്ടോബറിൽ വന്നിട്ടുണ്ടായിരുന്നു. SBI ചെയർമാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നൊരു കാര്യമാണ്, നമുക്ക് ഇനി വരുന്ന 5 മാസത്തിൽ, ഒക്ടോബറിലാണ് പറഞ്ഞത്, വരുന്ന 5 മാസത്തിൽ 3500 ഓഫീസർ പോസ്റ്റുകളിലേക്ക് റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നു എന്ന് പറഞ്ഞിട്ടൊരു ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഒക്ടോബറിൽ പറഞ്ഞ ഈ ഒരു കാര്യം വരുന്ന 5 മാസം എന്ന് പറയുമ്പോൾ വരുന്ന മാർച്ചിലേക്കായിരിക്കും നമുക്ക് ആ ഒരു എക്സാം എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നത്. 2026 മാർച്ചിന് ശേഷം നമുക്ക് എന്ത് എക്സ്പെക്റ്റ് ചെയ്യാം, SBI PO എക്സാംസ് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ വർഷം നടന്ന ഓർഡർ പ്രകാരമാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വിചാരിക്കാം, തൊട്ട് പുറകെ തന്നെ SBI ക്ലർക്ക് എക്സാംസും നടക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ നിങ്ങൾ മറ്റ് പല ഹിന്ദി ചാനൽസിലും കാണുന്നുണ്ടായിരിക്കും, ഇങ്ങനൊരു കാര്യം കാണുന്നുണ്ടായിരിക്കും, SBI PO, IBPS PO, RRB PO, എല്ലാ PO എക്സാംസിന് ശേഷമായിരിക്കും ക്ലർക്ക് എന്ന് പറഞ്ഞിട്ടും പല ചാനൽസിലും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയും ചാൻസ് ഉണ്ടാകാം. പക്ഷേ ഇതൊരു കലണ്ടർ, നമുക്ക് ഈ വർഷത്തെ IBPS കലണ്ടർ റിലീസായാൽ മാത്രമായിരിക്കും നമുക്ക് ഈ ഒരു കാര്യം അപ്ഡേഷൻ കിട്ടുള്ളൂ. എല്ലാ PO എക്സാംസ് കഴിഞ്ഞതിന് ശേഷം ആയിരിക്കുമോ ക്ലർക്ക്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ SBI PO, SBI ക്ലർക്ക്, IBPS PO, IBPS ക്ലർക്ക്, RRB PO, RRB ക്ലർക്ക്, ഇങ്ങനൊരു ഓർഡർ ആയിരിക്കും എന്നുള്ളത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്നത് കലണ്ടർ വന്നതിന് ശേഷമായിരിക്കും. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യുക, SBI ക്ലർക്ക് കാര്യമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരാണ്, അല്ലെങ്കിൽ ഈ ഒരു വർഷം എക്സാം ക്രാക്ക് ചെയ്യണം എന്ന് ആഗ്രഹിച്ചിരിക്കുന്നവരാണെങ്കിൽ ഒരു കാര്യം ചെയ്യുക, നോട്ടിഫിക്കേഷൻ വരാൻ കാത്തു നിൽക്കരുത്, അല്ലെങ്കിൽ ഒരു അപ്ഡേഷൻ വരാൻ കാത്തു നിൽക്കാതെ ഇപ്പം തന്നെ പ്രിപ്പറേഷൻ തുടങ്ങുക. കാരണം ജൂണിലാണ് എക്സാം, ഈ പറഞ്ഞ പോലെ
ജൂണിലാണ് എക്സാമെങ്കിൽ നമുക്ക് വളരെ കുറച്ച് സമയം മാത്രമേ കിട്ടുന്നുള്ളൂ. ഒരു 5 മാസമായിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഈ ഒരു സമയത്തിനുള്ളിൽ പഠിച്ചു തുടങ്ങേണ്ടവരാണെങ്കിൽ, ഇപ്പോൾ പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇപ്പം തന്നെ പഠിച്ചു തുടങ്ങുക. പിന്നെ ഈ ഒരു പറഞ്ഞ രീതിയിലാണ് എക്സാം നടക്കുന്നതെങ്കിൽ എന്തായിരിക്കും, നമുക്ക് ആ കിട്ടുന്ന സമയം ബോണസായിട്ട് മാത്രം കണക്കാക്കുക. അപ്പം ഈ ഒരു ജൂണിൽ തന്നെ ആയിരിക്കും എക്സാം എന്നുള്ള രീതിയിൽ പഠിച്ചു തുടങ്ങാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് പഠിച്ചു കഴിഞ്ഞാൽ തൊട്ട് പുറകെ ബാക്കി എന്ത് വരുന്നുണ്ട്, IBPS POയും ക്ലർക്കും വരുന്നുണ്ട്, പിന്നെ RRB PO ക്ലർക്കും വരുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും പഠിക്കുന്നത് വേസ്റ്റ് ആവില്ല. കുറച്ചും കൂടി പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങൾക്ക് ടൈം കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ രീതിയിൽ ക്ലർക്ക് മാത്രം ഫോക്കസ് ചെയ്തിരിക്കാതിരിക്കുക, എല്ലാ എക്സാംസും അറ്റൻഡ് ചെയ്യുക. ഒരു എക്സാം മാത്രം ഫോക്കസ് ചെയ്യാതിരിക്കുക, അതായത് SBA ക്ലർക്ക് അല്ലെങ്കിൽ IBPS ക്ലർക്ക് മാത്രമേ ഞാൻ എഴുതുള്ളൂ എന്നുള്ള രീതിയിൽ ഇരിക്കരുത്. എപ്പോഴും എക്സാംസ് എഴുതുമ്പോൾ മൾട്ടിപ്പിൾ എക്സാംസ് ഫോക്കസ് ചെയ്യുക. കാരണം സെയിം സിലബസ് ആണ് എല്ലാം തന്നെ വരുന്നത്. ഈ പറഞ്ഞ എല്ലാ എക്സാംസിനും സെയിം സിലബസ് ആണ്, എക്സാമിൻ്റെ ലെവൽ മാത്രമാണ് വ്യത്യാസം വരുന്നത് അല്ലേ. കുറച്ച് ടഫ് PO ആകുമ്പോൾ കുറച്ച് ടഫ് ലെവലായിരിക്കും, ക്ലർക്ക് ആകുമ്പോൾ കുറച്ച് ഈസി ലെവലായിരിക്കും. പക്ഷേ അവിടെ കട്ട് ഓഫിൻ്റെ കാര്യത്തിൽ ഡിഫറൻസ് ഉണ്ട്. ക്ലർക്കിനാണെങ്കിൽ കട്ട് ഓഫ് കുറച്ച് ഹൈ ആണ്, POയ്ക്കാണെങ്കിൽ കട്ട് ഓഫ് ഭയങ്കര ലോ കട്ട് ഓഫാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലൊക്കെ നോക്കുമ്പോൾ എല്ലാ എക്സാംസ് എഴുതി നോക്കുക, നിങ്ങൾക്ക് ഏതാണ് ഈസി എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യുക. പിന്നെ എക്സാംസ് എഴുതുമ്പോൾ കുറച്ചും കൂടി ഏതാണ് നമുക്ക് പ്രാക്ടീസ് കുറച്ചും കൂടി കിട്ടും, നല്ല രീതിയിൽ എക്സാംസ് എഴുതാൻ പറ്റും, എവിടെയാണ് നമ്മുടെ മിസ്റ്റേക്സ് എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ മോക്ക് എക്സാംസ് എഴുതുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവുക. പിന്നെ ഈ ഒരു SBA ക്ലർക്കിൻ്റെ എക്സാം എൻ്റെ ക്വാളിഫിക്കേഷനും കൂടി ഞാനൊന്ന് പറയാം. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ വരുന്നത് എനി ഗ്രാജുവേഷനാണ്. നമുക്ക് ഏതൊരു ഡിഗ്രി ഉണ്ടെങ്കിലും, അതായത് BTechോ BScയോ BAയോ എന്തും ആയിക്കോട്ടെ, ഹിസ്റ്ററി ആണെങ്കിലും കെമിസ്ട്രി ആണെങ്കിലും മാത്സ് ആണെങ്കിലും എല്ലാം തന്നെ നമുക്ക് ഈ ഒരു എക്സാം എഴുതാൻ പറ്റും. BComകാർക്കാണെങ്കിലും എല്ലാവർക്കും ഈ ഒരു SBA ക്ലർക്കിൻ്റെ എക്സാംസ് എഴുതാം. SBA ക്ലർക്ക് മാത്രമല്ല, ഈ പറഞ്ഞ ഏത് ബാങ്ക് എക്സാംസും എഴുതാനായിട്ട് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എനി ഡിഗ്രിയാണ്. പിന്നെ എൻ്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 20 തുടങ്ങി 28 വയസ്സ് വരെയാണ് പ്രായപരിധി എന്ന് പറയുന്നത്. പിന്നെ SC ST കാൻഡിഡേറ്റ്സിനാണെങ്കിൽ ഇതിൻ്റെ കൂടെ ഒരു +5 ഇയേഴ്സും കൂടി നമുക്ക് അഡീഷണൽ എഴുതാൻ പറ്റുന്നുണ്ടായിരിക്കും. OBC ആണെങ്കിൽ +3 ഇയേഴ്സ് കൂടി നമുക്ക് ഈ ഒരു എക്സാംസിലേക്ക് എഴുതാൻ പറ്റുന്നുണ്ടായിരിക്കും. പിന്നെ ഇതിൻ്റെ എക്സാം പാറ്റേൺ എന്ന് പറയുന്നത് 2-3 ഘട്ടമായിട്ടാണ്. പ്രിലിംസ്, മെയിൻസ്, ലാംഗ്വേജ് പ്രൊഫഷ്യൻസി ടെസ്റ്റ്. അതായത് നമുക്ക് മലയാളം നമ്മൾ ഏത് സ്റ്റേറ്റിലാണോ അപ്ലൈ ചെയ്യുന്നത് ആ സ്റ്റേറ്റിലെ ലോക്കൽ ലാംഗ്വേജ് എഴുതാനും വായിക്കാനും അറിയാമോ എന്ന് നോക്കുന്ന ടെസ്റ്റാണ് ഈ LPT എന്ന് പറയുന്നത്. പിന്നെ പ്രിലിംസ് ഉണ്ടായിരിക്കും. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് പ്രിലിംസ് ആണ്. പിന്നെ വരുന്നത് മെയിൻസ്. പ്രിലിംസിൻ്റെ സെക്ഷൻ ആണെങ്കിലും മെയിൻസിൻ്റെ സെക്ഷൻ ആണെങ്കിലും കോമൺ സബ്ജക്റ്റാണ് വരുന്നത്. ഇംഗ്ലീഷ് ഉണ്ടായിരിക്കും, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കും, റീസണിങ് ഉണ്ടായിരിക്കും. പിന്നെ മെയിൻസിലേക്ക് വരുമ്പോൾ നമുക്ക് എന്തുണ്ട്, കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡും കൂടി ഉണ്ട്. കൂടാതെ ജനറൽ അവയർനെസ് ഉണ്ട്. ഈ ജനറൽ അവയർനെസ് എന്ന് പറയുന്നത് ലാസ്റ്റ് 6 മന്ത് ന്യൂസ് മാത്രമാണ് ചോദിക്കുന്നത്. 6 to 8 മന്ത് ന്യൂസ് ആയിരിക്കും നമുക്ക് മെയിനായിട്ട് ചോദിക്കുന്നുണ്ടാവുക. മെയിൻസ് എക്സാം എപ്പോഴാണോ അതിന് മുന്നത്തെ 6 മുതൽ 8 മാസം വരെ മുന്നുള്ള കറണ്ട് അഫയേഴ്സും ബാങ്കിങ് അവയർനെസ്സും മാത്രമാണ് ബാങ്ക് എക്സാംസിന് ചോദിക്കുന്നത്. ഒത്തിരി ബാക്കി സ്റ്റാറ്റിക് GK കാര്യങ്ങളൊന്നും തന്നെ ബാങ്ക് എക്സാംസിൽ ചോദിക്കാറില്ല. പിന്നെ ഈ ഒരു എക്സാമിലേക്ക് പഠിച്ചു തുടങ്ങുന്നവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് തുടങ്ങുക. കാരണം ഈ ഒരു ഇപ്പോൾ ഞാൻ പറഞ്ഞു SBA ക്ലർക്ക് ജൂണിലായിരിക്കാം മേ ബി എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു ജൂൺ വരെ അല്ലേ സമയം, പെട്ടെന്ന് ആയാലും എക്സാം എന്ന് വിചാരിക്കുകയും വേണ്ട. കാരണം ബാങ്ക് എക്സാമിൻ്റെ സിലബസ് എന്ന് പറയുന്നത് ഭയങ്കര സ്ട്രക്ചർഡ് ആയിട്ടുള്ള സിലബസാണ്. ഒരു 3 to 4 മന്ത്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു എക്സാമിൻ്റെ സിലബസ് കവർ ചെയ്യാൻ പറ്റും. 3 to 4 മന്ത്സ് മാത്രം മതി സിലബസ് കവർ ചെയ്യാൻ. പക്ഷേ സിലബസ് കവർ ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല. നമുക്കറിയാം എക്സാം എന്ന് പറയുന്നത് നോക്കി, പ്രിലിംസ് എക്സാം എന്ന് പറയുന്നത് 1 hourലാണ്. 1 hourൽ 100 questions ആണ് നമുക്ക് അറ്റൻഡ് ചെയ്യാനുള്ളത്. അപ്പോൾ ഈ ഒരു ടൈം ലിമിറ്റിൽ നമുക്ക് ഈ എക്സാം ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ, നല്ലൊരു ഹൈ കട്ട് ഓഫിൽ നമുക്ക് ക്ലിയർ ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം, നല്ലൊരു പ്രാക്ടീസ് വേണം. ഒരു ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് 1 മിനിറ്റ് പോലും ടൈം നമുക്ക് എടുക്കാനില്ല അവിടെ. അപ്പോൾ ആ ഒരു രീതിയിൽ പ്രാക്ടീസ് എത്തണം എന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ കൺസിസ്റ്റൻ്റ് ആയിട്ടും റെഗുലറായിട്ടും പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾക്ക് മാത്രമായിരിക്കും ആ ഒരു 1 hourൽ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഒരു നല്ല രീതിയിൽ പ്രാക്ടീസ് വേണം. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് റെഗുലർ മോക്ക് ടെസ്റ്റുകൾ എടുക്കുക. റെഗുലർ മോക്ക് ടെസ്റ്റുകൾ ടൈംഡ് കണ്ടീഷനിൽ എടുക്കുക.
നമുക്കത് ക്വസ്റ്റ്യൻ കണ്ടാൽ ചെയ്യാൻ അറിയാം എന്നുള്ളതല്ല നമ്മൾ നോക്കുന്നത്. വിത്തിൻ ടൈം ലിമിറ്റ് നമ്മൾ പറഞ്ഞു നമ്മുടെ എക്സാം 1 അവറിലാണ് എന്ന് പറഞ്ഞു. ഈ 1 അവറിൽ 100 ക്വസ്റ്റ്യൻസ് ചെയ്തെടുക്കുക, ഇതാണ് നമ്മുടെ ടാസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ടൈം ബൗണ്ടായിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്ത് പഠിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഒരു ക്വസ്റ്റ്യൻ കുറേ സമയമെടുത്ത് ചെയ്യുന്നതിൽ കാര്യമില്ല. നമുക്ക് എന്താ വേണ്ടത്, ഭയങ്കര ടൈം ബൗണ്ടായിട്ട് വിത്തിൻ സെക്കൻഡ്സ് നമുക്ക് ആ ഒരു ആൻസർ ചെയ്യാൻ പഠിക്കണം എന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. ആ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമ്മുടെ ആൻസർ കിട്ടണം. ആ ഒരു രീതിയിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. മോക്ക് ടെസ്റ്റുകൾ എടുക്കുക. മോക്ക് ടെസ്റ്റുകൾ എടുക്കുമ്പോൾ മറ്റൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഏതാണ് നമ്മുടെ സ്ട്രോങ് ഏരിയ, ഏതാണ് നമ്മുടെ വീക്ക് ഏരിയ എന്നുള്ളത് മനസ്സിലാവും. അതായത് നമ്മളിപ്പോൾ ചെയ്ത് പഠിക്കുമ്പോൾ ചില ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ വിത്തിൻ 10 സെക്കൻഡ്സ് അല്ലെങ്കിൽ വിത്തിൻ 5 സെക്കൻഡ്സ് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും. പക്ഷേ ചില ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നമുക്കൊരു 10 സെക്കൻഡ്സ് എടുക്കും, അല്ലെങ്കിൽ 15 സെക്കൻഡ്സ് എടുക്കും. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യും. മോക്ക് ടെസ്റ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതാണ് നമ്മുടെ ഈസി ഏരിയാസ്, ഇതാണ് നമ്മുടെ കുറച്ചും കൂടി ടൈം എടുക്കുന്ന ഏരിയാസ്. അപ്പോൾ ഈ ഒരു ഐഡൻറ്റിഫൈ ചെയ്ത് വരുന്നത് എപ്പോഴാണ്, ഈ ഒരു മോക്ക് ടെസ്റ്റ് ചെയ്ത് പഠിക്കുമ്പോഴാണ് നമുക്ക് ഈ ഒരു കാര്യം മനസ്സിലാവുന്നതും. അതുപോലെ തന്നെ ഈ വീക്ക് ഏരിയാസിൽ പിന്നെ ഫോക്കസ് ചെയ്തിരിക്കുക. അതുപോലെ തന്നെ ഈ നമ്മുടെ സ്ട്രോങ് ഏരിയാസ് അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനും ഹെൽപ്പ് ചെയ്യും ഈ ഒരു മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കറണ്ട് അഫെയർസും ബാങ്കിങ് ന്യൂസുകളും അപ്ഡേറ്റ് ആയിട്ടിരിക്കുക. ഞാൻ പ്രിലിംസ് പഠിച്ചു തുടങ്ങുമ്പോൾ തന്നെ മെയിൻസിലേക്കുള്ള പ്രിപ്പറേഷനും സ്റ്റാർട്ട് ചെയ്യണം. ഇതുവരെ ന്യൂസൊന്നും കേൾക്കാത്ത ഒരാൾ, അല്ലെങ്കിൽ ന്യൂസിനെ കുറിച്ചൊന്നും ബോധർ ചെയ്യാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ, നമ്മൾ പലരും ന്യൂസൊന്നും കാണാറുണ്ടായിരിക്കില്ല, സ്ഥിരമായിട്ട് ന്യൂസുകൾ കാണുന്ന ഒരാളായിരിക്കില്ല. അങ്ങനെയുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾ ന്യൂസുകളൊക്കെ പഠിച്ചു തുടങ്ങുക, ആൾക്കാരെയൊക്കെ പരിചയപ്പെട്ടു തുടങ്ങുക, നമ്മുടെ ബാങ്കിങ് അവയർനെസ്, കറണ്ട് അഫെയർസ് കാര്യങ്ങളെല്ലാം തന്നെ പഠിച്ചു തുടങ്ങുക. ഈ ഒരു സമയം കൂടി പ്രിലിംസിനൊപ്പം തന്നെ എന്ത് ചെയ്യുക, ഈ ഒരു കാര്യങ്ങൾ കൂടി നോട്ടീസ് ചെയ്ത് പോകുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. കാരണം ഈ പ്രിലിംസിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങൾ മാത്രമായിരിക്കും എന്തുണ്ടാവുക, നമുക്ക് മെയിൻസിലേക്ക് ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു ടൈം ലിമിറ്റിൽ നമുക്ക് ഈ ഒരു 6 to 8 മന്ത് ന്യൂസ് പഠിക്കുക എന്ന് പറഞ്ഞത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അത് നമുക്ക് ഒന്നും അറിയില്ലാത്ത ഒരാളാണെങ്കിൽ, കറണ്ട് അഫെയർസ് ഒന്നും ഇതുവരെ നോക്കാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നേരത്തെ തന്നെ പഠിച്ചു തുടങ്ങുന്നത് നല്ലതാണ്. ഇത് അപ്ഡേറ്റ് ചെയ്തിരിക്കുക. ഡെയിലി ബേസിസിൽ ന്യൂസ് പേപ്പേഴ്സ് വായിച്ചാൽ മാത്രം മതി, അല്ലെങ്കിൽ ഒരു ന്യൂസ് കാണുക, ന്യൂസ് ചാനൽസ് കാണുക, അല്ലെങ്കിൽ ഹിന്ദു പേപ്പർ ഫോളോ ചെയ്യുക. ഈ 2 കാര്യം ചെയ്താൽ മാത്രം തന്നെ നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു സെഷൻ ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതുപോലെയുള്ള അപ്ഡേറ്റ്സുകൾ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. ഒന്നും തന്നെ മിസ്സാക്കാതിരിക്കാനായിട്ട് ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്താൽ മാത്രം മതി. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും എക്സാമിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളോ അല്ലെങ്കിൽ കോഴ്സിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ടുകളോ ഉണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. 7736122215 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നമ്മുടെ കൗൺസിലേഴ്സ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇനിയിപ്പോൾ കോൾ ചെയ്യാൻ മടിയുള്ളവരാണെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ഫോം ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലെഴുതി നിങ്ങളുടെ ഡൗട്ടുകൾ നമ്മളോട് ചോദിക്കാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ ഇനിയും കാണാം. ബൈ.